ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. 4.68 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചുവെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ചില സ്ഥലത്തെ നെല്ല് മാത്രമേ സംഭരിക്കാൻ ബാക്കിയുള്ളൂ. 2 ദിവസത്തിനകം അതും സംഭരിക്കും. കേന്ദ്രം ഇനിയും നെല്ല് സംഭരണത്തിന്റെ തുക നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ ഈ സീസണിൽ ഒരു വർഷക്കാലം 1,64,507 കർഷകരിൽ നിന്നായി 4,68,000 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. പാലക്കാട് ജില്ല എടുത്തു നോക്കിയാൽ വളരെ ചെറിയ ഒരു മേഖലയിൽ നിന്നാണ് നെല്ലെടുക്കാൻ ഇനി ബാക്കിയുള്ളത്. അത് എടുക്കാൻ കഴിയാത്തത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു 18 ലോഡ്, ചെറിയ വാഹനത്തിൻ്റെ 18 ലോഡ് നെല്ലാണ് ഇനി എടുക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ 200 മെട്രിക് ടണ്ണിന് താഴെ വരും. അത് ചെറിയ റോഡുകളാണ്, നടപ്പാതകളാണ്, ചുമന്ന് കൊണ്ടുവരേണ്ടുന്ന സാഹചര്യമുള്ള പ്രദേശങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ പൈപ്പ് ലൈനിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വണ്ടി പോകാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള 1-2 കർഷകരുടെ കാര്യമെടുത്താൽ ആ കർഷകർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അളന്ന് ക്ലിയറാക്കി കൊടുക്കാൻ കഴിയാത്ത, ഇങ്ങനെ വളരെ കുറച്ച് കർഷകരുടെ നെല്ല് സംഭരിക്കാൻ ബാക്കിയുണ്ട്. അത് 2-3 ദിവസം കൊണ്ട് സംഭരിച്ചു. നെല്ല് സംഭരണം കഴിഞ്ഞ് നെല്ല് അരിയാക്കി, അരി റേഷൻ കടയിലെത്തി, റേഷൻ കടയിൽ വിതരണം ചെയ്തതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. അത് 1,109 കോടി രൂപ ഇനിയും നമുക്ക് കേന്ദ്രം നൽകാനുണ്ട് നമ്മൾ കൊടുത്ത ഇനത്തിൽ. ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ PRS വായ്പ എടുക്കുന്നത്. കർഷകർക്ക് എത്രയും പെട്ടെന്ന് വായ്പയെടുത്ത് തുക നൽകും. ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ പോയാലും സർക്കാർ കർഷകരെ ചേർത്ത് നിർത്തുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. കർഷകരോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.